1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികം താമസിയാതെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്ക് കടന്നുവരുന്ന സംഘടനയായി മാറുകയുണ്ടായി. കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപം നൽകാൻ മുൻകൈയെടുത്തത് ഇംഗ്ലീഷുകാരനായ സർ അലക്സ് ഒക്ടോവിയൻ ഹ്യൂം അഥവാ എ.ഒ. ഹ്യൂം ആയിരുന്നു. ഗവർണർ ജനറൽ ആയിരുന്ന ഡഫ്രിൻ പ്രഭുവിന്റെ പിന്തുണയോടും കൂടിയാണ് എ.ഒ. ഹ്യൂം ഇതിനായി മുന്നിട്ടിറങ്ങുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നിൽ മികച്ച ഒരു പ്രതിപക്ഷം എന്ന നിലയിലാണ് എ.ഒ. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിഭാവനം ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആകട്ടെ ഇന്ത്യൻ ജനതയുടെ ശബ്ദവും ആകുലതകളും ഒക്കെ കൃത്യമായി കേൾക്കുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു മാർഗമായും ഇതിനെ കണ്ടു. അങ്ങനെ 1885 ഡിസംബർ 28 ബോംബെയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനമൊക്കെ നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പല ദേശങ്ങളിലായി സമ്മേളനങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതു സ്വഭാവം എന്നത് മിതത്വമായിരുന്നു. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ ചോദിക്കുമ്പോൾ പോലും ബ്രിട്ടീഷിനോട് അഭ്യർത്ഥന എന്ന രീതിയിൽ മാത്രമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. മറ്റൊരർത്ഥത്തിൽ അവകാശങ്ങൾക്കായി പ്രാർത്ഥന, അപേക്ഷ പോലുള്ള നടപടികളാണ് അന്ന് കൈക്കൊണ്ടിരുന്നത്. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരൊക്കെയായിരുന്നു ആദ്യകാലത്തിലെ മിതവാദിയായ നേതാക്കൾ. അങ്ങനെ ഇന്ത്യയിൽ ഭരണപരിഷ്കാരങ്ങൾ വേണമെന്ന അഭ്യർത്ഥന ബ്രിട്ടീഷിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കുക എന്നതായിരുന്നു ആദ്യകാല നടപടികളിൽ പ്രധാനം. പൊതുവെ ബ്രിട്ടീഷ് ഇവയൊക്കെ കേൾക്കുകയും എന്നാൽ പിന്നീട് നടപടികളൊന്നുമില്ലാതെ അവസ്ഥയിലേക്കും ചെല്ലുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതികരണം പൊതുവെ നിഷേധാത്മകമായിരുന്നെങ്കിൽ പോലും അതിനെ തുടർന്ന് പ്രത്യക്ഷ സമര പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ മിതവാദി കാലഘട്ടത്തിന്റെ ശ്രമങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ച ഒന്നാണ് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് അംഗബലം വർദ്ധിക്കുന്നതിന് ഇത് കാരണമായി മാറി. മുൻപ് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ പറ്റി പറഞ്ഞല്ലോ. ഈ ആക്ട് അനുസരിച്ച് വൈസ്രോയ്ക്ക് ചുരുങ്ങിയത് 6 പരമാവധി 12 പേരെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. എന്നാൽ 1892 പുതുക്കിയ ആക്ട് അനുസരിച്ച് ഇത് ചുരുങ്ങിയത് 10 പരമാവധി 16 ഉയർത്തപ്പെട്ടു. പൊതുവെ ഉപരിവർഗത്തിൽപ്പെട്ട നേതാക്കൾ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസ് എന്നത് അത്രയ്ക്ക് ജനകീയമൊന്നും ആയിരുന്നില്ല. അങ്ങനെ രൂപം കൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. സംഘടനാ തലത്തിൽ തന്നെ 2 വിഭാഗമായി കോൺഗ്രസ് മാറുന്നതിന് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഇത്തരത്തിൽ സംഘടനാ തലത്തിൽ ഉയർന്നു വന്ന തീവ്ര സ്വഭാവമുള്ള വിഭാഗത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ സമരപരിപാടികൾ ആരംഭിക്കുന്നതിനും പ്രത്യക്ഷ സമരങ്ങൾക്ക് തുടക്കമിടുന്നതിനുമൊക്കെ കോൺഗ്രസ് തുടക്കം കൊണ്ടുവരികയാണ്. ഇന്ത്യക്കാരുടെ സ്വയം ഭരണം എന്ന ലക്ഷ്യവും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവും ദേശീയതയും ഒക്കെ അങ്ങനെയാണ് ഇന്ത്യൻ മണ്ണിൽ കത്തിക്കയറുന്നത്. അങ്ങനെ 1885 കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷം 1900 വരെയൊക്കെ മിതവാദികൾ നയിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി 1900 ഇപ്പുറം കൂടുതലും തീവ്ര സ്വഭാവമുള്ള ലക്ഷ്യത്തിനായി പോരാടണം, പ്രതിഷേധിക്കണം എന്ന നിലപാടുകളുള്ളവരായി മാറുകയാണ്. ഈ കാലത്ത് കോൺഗ്രസിന്റെ ബ്രിട്ടീഷിനുള്ള അഭ്യർത്ഥനകൾക്കും ശക്തി വർദ്ധിച്ചു. കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ അവകാശങ്ങൾ തേടുന്ന നിലയിൽ കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾ മാറുകയാണ്. പ്രത്യക്ഷ സമരപരിപാടികളിലൂടെ അപേക്ഷകൾക്കും നിർദ്ദേശങ്ങൾക്കും പകരം ഈ അവകാശങ്ങൾ നമുക്ക് അനുവദിക്കണമെന്ന ആവശ്യങ്ങൾ അങ്ങനെ ഇന്ത്യൻ ജനങ്ങൾ ബ്രിട്ടീഷിന് മുന്നിൽ നേരിട്ട് വയ്ക്കുകയാണ്. സ്വാഭാവികമായും ഇന്ത്യൻ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം ഒരു മാറ്റം ബ്രിട്ടീഷ് മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആവശ്യങ്ങളെ നിരാകരിക്കുക എന്നതിനൊപ്പം തന്നെ അടിത്തറയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്ര സ്വഭാവ വിഭാഗത്തിന്റെ ഉയർച്ചയെ ഇല്ലാതാക്കുക എന്നതും ബ്രിട്ടീഷിന്റെ ഒരു ലക്ഷ്യമായി മാറി. മിതവാദികളിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കീഴിൽ അവർക്ക് വലിയ തോതിലുള്ള ജനപിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സമയമാണ് കോൺഗ്രസിൽ തീവ്രവാദി വിഭാഗത്തിന്റെ ശക്തി പ്രകടനം ഉണ്ടാകുന്നത്. ഈ വിഭാഗത്തിന് സാധാരണ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചതുകൊണ്ട് തന്നെ അതുവരെയും പിന്തുടർന്നു പോന്നിരുന്ന സമര നയപരിപാടികളിൽ നിന്നു മാറി പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും മറ്റും അവകാശങ്ങൾ നേരിട്ട് നൽകാൻ പറയുന്ന വലിയ ശക്തിയായി ഈ സംഘടന വളരെ പെട്ടെന്ന് മാറുകയുണ്ടായി. കോൺഗ്രസിലെ തീവ്ര വിഭാഗത്തിന്റെ ഉയർച്ചയും അതുകൊണ്ടുവന്ന നയങ്ങളും കൊണ്ടുതന്നെ കോൺഗ്രസ് എന്ന സംഘടന ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ശക്തിയായി മാറുകയാണ്. കോൺഗ്രസിൽ ഈ സമയം തീവ്ര വിഭാഗത്തിന്റെ നേതാവായി ഉയർന്നു വന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് എന്ന സംഘടന സാധാരണ ജനങ്ങൾക്കായി നിലകൊള്ളുന്ന ഒരു വിപ്ലവ സംഘടനയായി മാറുകയും ചെയ്തു. തിലകന്റെ നേതൃത്വത്തിന് ശക്തി പകർന്നുകൊണ്ട് തിലകനോടൊപ്പം ചേർന്നു നിന്ന 2 നേതാക്കളായിരുന്നു വിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായിയും. ഈ 3 പേരെയും ചേർത്ത് ലാൽ ബാൽ പാൽ എന്നീ വിശേഷണങ്ങളായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്.
ഏതായാലും 1900 കാലമാകുമ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയിൽ തീവ്ര നിലപാട് വർദ്ധിക്കുകയും അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് യഥാർത്ഥ തുടക്കത്തിന് കാരണമാവുകയും ചെയ്തു. ലാൽ ബാൽപാൽ ത്രിമൂർത്തികൾക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് തീവ്ര വിഭാഗ നേതാക്കളായിരുന്നു അരവിന്ദ ഘോഷ്, രാജ് നാരായൺ ബോസ്, അശ്വിനി കുമാർ ദാസ് തുടങ്ങിയവർ. ഈ തീവ്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിദേശ ഭരണത്തിന്റെ പോരായ്മകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി വലിയ തോതിലുള്ള കർമ്മ പരിപാടികൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണ ജനങ്ങൾ ഒഴുകുകയും ചെയ്തു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടും എന്ന ബാലഗംഗാധര തിലകന്റെ മുദ്രാവാക്യം നിങ്ങളൊക്കെയും കേട്ടു കാണുമല്ലോ. ഇതിനിടയിൽ 1898 പൂനെയിൽ സബ് കളക്ടറായിരുന്ന റാൻഡ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് തിലകനെ 18 മാസത്തെ തടവിന് ശിക്ഷിക്കുകയുണ്ടായി. ഇത് ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതിനും തിലകൻ എന്ന നേതാവിന്റെ ഉയർച്ചയ്ക്കും ജനങ്ങളുടെ പോരാട്ട ഐക്യത്തിനുമൊക്കെയാണ് കാരണമായത്. ഇത്തരത്തിലുള്ള ആ മുന്നേറ്റം അപകടകരമാവും എന്നുള്ളത് സ്വാഭാവികമായും ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ അവർ അതിനായുള്ള പ്രതികരണ നടപടികൾ എന്തെന്നും ആലോചിച്ചു. ഈ സമയത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മുസ്ലിം പ്രാതിനിധ്യം കുറവാണെന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിനെ മുന്നിൽ കണ്ടു. ഈ സമയം ദേശീയ പ്രസ്ഥാനത്തിൽ വിപ്ലവകരമായ നേതാക്കൾ മുഴുവൻ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ബംഗാൾ മേഖലയിൽ നിന്നുമാണ്. ബംഗാൾ മേഖലയിലെ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ആ നേതാക്കൾ. മറ്റൊരർത്ഥത്തിൽ മുസ്ലിം പ്രാതിനിധ്യം കുറവായിരുന്നു എന്നത് തന്നെ. ബംഗാളിന്റെ കിഴക്കൻ മേഖല എന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പടിഞ്ഞാറ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളും നിറഞ്ഞതായിരുന്നു. ഈ പ്രദേശത്തെ ബ്രിട്ടൻ അവരുടെ തന്ത്രങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിർണായകമായ ഒരു ഗതി നിർണയിച്ച് തീവ്ര സ്വഭാവമുള്ള വിഭാഗത്തെ തടയാനായി ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട വിഭജിച്ചു ഭരിക്കൽ തന്ത്രത്തെക്കുറിച്ചുള്ള ഭാഗം അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നതാണ്.